നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കുക്കർ ഉണ്ടാവും അല്ലേ? അത് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു 10 വർഷം ഉപയോഗിക്കുന്നത് നമുക്കൊരു 50 വർഷം ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. വാഷർ ആണെങ്കിൽ കൂടി ഒട്ടും ചീത്താകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിനു മുമ്പുള്ള ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഉള്ള ചൂടുകുരു വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് പോലും എടുക്കാതെ നമുക്ക് പൗഡർ ഒന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന, ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും വളരെയധികം ചൂടുകുരു ഉണ്ടല്ലോ. അപ്പൊ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അതുപോലെ തന്നെ അരുമ്പാറ ഇതുപോലുള്ള പ്രശ്നങ്ങളില്ല, അരുമ്പാറ പോലുള്ള പ്രശ്നങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പ്. അത് കൊഴിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത്ര അടിപൊളിയായിട്ടുള്ള വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പ് ഞാൻ കാണിച്ചു ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പൊ അതും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. നമ്മൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് കരിയിച്ചൊക്കെ കളയുമ്പോഴത്തേക്കും അത് പിന്നെയും വരും. ഇത് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പിന്നെ വന്നാലും അപ്പൊ തന്നെ നമുക്ക് ചെയ്ത് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പൊ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പ്രൂഫ് സഹിതം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അത് മാറുന്നത്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ അടുക്കളയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കുക്കർ. നമ്മൾ ഒരു ദിവസത്തിൽ ഒരു 4-5 കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും നമ്മളത് ഉപയോഗിക്കാതെ ഇരിക്കില്ല. എളുപ്പം നമുക്ക് വെന്ത് കിട്ടാനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് പെട്ടെന്ന് വാഷർ ചീത്താകുക, ഇത് കളർ ഫെയ്ഡായി പോകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂലേ. അപ്പം നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ഈ പിഴിഞ്ഞ് കളഞ്ഞ നാരങ്ങ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വരുത്തിക്കുക കേട്ടോ. അപ്പം അതിൻ്റെ ചുറ്റിനും പിടിക്കുന്ന കറകളും ആ ഒരു ഡൾനെസ് ഇല്ലേ അത് പോയി കിട്ടാനായിട്ട് വളരെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു നുള്ള് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ ഫുള്ള് തടവിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ അടിപിടിക്കാൻ സാധ്യത വളരെ കുറയും. അതുപോലെ തന്നെ അടിപിടിച്ചാലും നമുക്കത് പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും. എന്താന്ന് വെച്ചാൽ ആ ഒരു എണ്ണമയം അതിൻ്റെ മേളിൽ ഉണ്ടാകുമല്ലോ. എന്നിട്ട് നമുക്ക് അടി പിടിച്ചാലും നമുക്കൊന്ന് ജസ്റ്റ് കഴുകിയെടുത്താലും അത് പെട്ടെന്ന് ക്ലീനായി കിട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അടി പിടിക്കാതിരിക്കാനായിട്ടും സഹായിക്കും കേട്ടോ. വളരെ മാക്സിമം അത് അടി പിടിക്കാതെ നോക്കും. അത്രയും വെള്ളം പറ്റിയാൽ മാത്രമേ അടി പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ഈ മൂടിയിലും കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ തിളച്ചു പൊങ്ങിപ്പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടാനും ഇത് സഹായിക്കുന്നതാണ്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ചെയ്തു നോക്കുക. എന്തൊരു പയറ് കടല എന്ത് വേവിക്കുമ്പോഴും നിങ്ങൾ കുറച്ച് എണ്ണ തൂവിയതിന് ശേഷം വേവിക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കുറച്ച് കല്ലുപ്പ് ഇതുപോലെ ഒരു കിഴി കെട്ടിയിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി ആണെങ്കിലും ഗോതമ്പൊടി ആണെങ്കിലും കൂടുതൽ മേടിച്ച് വെക്കുമ്പോൾ ഇതുപോലെ ഒരു കിഴിയിൽ ഇട്ട് വെക്കുക കേട്ടോ. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പം ഉപ്പ് കൂടി പോകാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് കിഴി കെട്ടി വെക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ കുക്കറിൻ്റെ എന്താണ് പറയുക വാഷർ പെട്ടെന്ന് ചീത്തായി പോകാറുണ്ട്. അത് എയർ ചുറ്റിനും പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കളയാൻ വെച്ചേക്കുന്ന കഞ്ഞിവെള്ളമില്ലേ, ആ കഞ്ഞിവെള്ളം നമ്മൾ ഈ വാഷർ ഇടുമ്പം നോക്കേണ്ടത് ഇതുപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ. മറ്റേ പാത്രത്തിൽ നമുക്ക് ഇതുപോലെ ഇരിക്കില്ല. അത് നല്ല നിവർന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നേരിയ ചൂടോട് കൂടി ഇട്ടാൽ വളരെ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ വാഷർ ഒരു 2 ദിവസം കൂടുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കുക്കർ ചീത്തായാൽ പോലും വാഷർ ചീത്താവില്ല കേട്ടോ. അത്ര നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. അത് ലൂസായി പോകുകയോ എയർ ചുറ്റിനും പോകുകയോ ഒന്നുമില്ല. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. പുതിയ വാഷറാണെങ്കിലും എപ്പോഴും നമ്മൾ 2 ദിവസം കൂടുമ്പോൾ കളയാൻ വെച്ചേക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് ഇതുപോലെ വാഷർ ഇട്ട് കൊടുക്കുക. ചെയ്തു നോക്കുക. അഭിപ്രായം അതിന് ശേഷം പറയുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വിസിലിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ പൊടിയരി കഞ്ഞി അല്ലെങ്കിൽ പരിപ്പ് പയറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് അംശം കയറി ഇരുന്ന് പിന്നീട് അത് ബ്ലോക്കായി മാറും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ബേക്കിംഗ് സോഡ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം
അതിനുശേഷം വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി, അല്ലെങ്കിൽ നമുക്ക് ചീന് നമ്മൾ കളയാൻ വെച്ചേക്കുന്ന നാരങ്ങ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചെയ്യാം കേട്ടോ. ഇത് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി അത് പതഞ്ഞ് വരുന്നത് കാണാം. അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളെല്ലാം ഇളകി വരുന്നതായിട്ടും കാണാൻ പറ്റും. ഇതുപോലെ ഒരു പപ്പടക്കോലോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ച് ഉണങ്ങിയിരിക്കുന്ന സാധനങ്ങൾ വരെയും ഇളകി വരുവാനും, അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് ഇങ്ങനെ ബ്ലോക്കൊക്കെ ആകുമ്പോഴാണ് പൊട്ടിത്തെറിക്കുക, അതുപോലെ വിസിൽ വരാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഇങ്ങനെ ഈ നമ്മൾ കുറച്ച് അഴുക്കുകൾ പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ പുറം കഴുകുമായിരിക്കും, ഉള്ളിൽ ഇതുപോലെ ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ചെയ്യുക കേട്ടോ. വളരെ നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് ഇതുപോലെ കഴുകുക. വെള്ളം നമ്മൾ ഈ ഒരു വെള്ളം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകിയ ഈ ഒരു വെള്ളം നമുക്ക് ഇതുപോലെ കുക്കർ കഴുകാനായിട്ട്, അതിൻ്റെ മൂടിയും കുക്കറൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാരണം ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ നാരങ്ങ നീരൊക്കെയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അഴുക്ക് പോകാനായിട്ട് സഹായിക്കും. നമ്മൾ നാരങ്ങ തൊലി കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് കഴുകിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും. എവിടെയും കറുത്ത പാടോ അഴുക്കോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ വെള്ളം കളയാതെ നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിച്ചില്ലേ, കണ്ടില്ലേ, നല്ല വെട്ടി തിളങ്ങുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലും നുറുക്കരി ആണെങ്കിലും മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലും കയറിയിരിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പിന്നോ എന്തെങ്കിലും കൂർത്ത സാധനം കൊണ്ട് ഇതുപോലെ എല്ലാ ഓട്ടയും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, അതിൻ്റെ ഉള്ളിൽ നിന്നും കറുത്ത പൊടികൾ ആ ഒരു ഓട്ടയിലൂടെ പോകുന്നുണ്ട് കേട്ടോ, താഴോട്ട് വീഴുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല ഫ്ലോ ആയിട്ട് വെള്ളം വരുന്ന പോലെ നമ്മൾ 2-3 പ്രാവശ്യം ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 4 പ്രാവശ്യം ഒഴിക്കുമ്പോഴാണ് കറക്റ്റ് ഫ്ലോ ആയിട്ട് വെള്ളം വരുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ കുക്കർ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കുക്കർ ചീത്താവില്ല, വാഷറും ചീത്താവില്ല. ഇനി നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് വാളംപുളി നിങ്ങൾ വേണമെങ്കിൽ നമ്മൾ സാമ്പാറിനും കറിക്കൊക്കെ എടുക്കുന്ന പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള വാളംപുളിയാണെങ്കിൽ എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കഞ്ഞിവെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ നിരടി മിക്സ് ചെയ്യണം. നമ്മൾ ഉപ്പിട്ട് വേവിക്കുന്ന ചോറിൻ്റെ കഞ്ഞിവെള്ളമാണെങ്കിലും യാതൊരു കുഴപ്പമില്ല. പുളിയുടെ എഫക്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. നല്ല ക്ലീൻ ആകാനായിട്ട് സഹായിക്കുന്ന ഒരു സൊല്യൂഷനായിട്ട് ഈ ഒരു വെള്ളം മാറുന്നു കേട്ടോ. കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഗ്ലാസ് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, സെറാമിക് പാത്രങ്ങൾ, ഇതുപോലെ ഒന്ന് നിങ്ങൾ കറ പിടിച്ചിരിക്കുന്ന ഏതൊരു പാത്രവും ഇതുപോലെ നിങ്ങളൊന്ന് കഴുകി നോക്കട്ടോ, വെട്ടി തിളങ്ങും. അപ്പോൾ നമ്മൾ കളയാൻ വെച്ചേക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇതുപോലെയൊക്കെ റീയൂസ് ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ, നല്ല വെട്ടി തിളങ്ങുന്നില്ലേ. അതുപോലെ നമ്മൾ മീനും ഇറച്ചിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലും സിങ്ക് ഒരു പഴയതിൻ്റെ ലുക്ക് വരില്ലേ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സ്മെല്ലിന് വേണ്ടി നമ്മളുടെ ലിക്വിഡ് സോപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. എന്നിട്ട് നമ്മൾ സിങ്കും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പൈപ്പുകളാട്ടെ പാത്രങ്ങളാട്ടെ എന്ത് തേച്ച് കഴുകിയാലും നല്ല തിളങ്ങും. അതുപോലത്തെ ഒരു സൊല്യൂഷനാണിത്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്ത് നോക്കുക. മീനിൻ്റെ ഉളുമ്പുമാണോ, അതുപോലെ തന്നെ ആ ഓവിലൊക്കെ ഉണ്ടാകുന്ന നമ്മൾ ആ വെള്ളം പോകുന്ന അവിടെ നിന്ന് വരുന്ന ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും. ഇനി അടുത്തതായിട്ട് നമ്മളുടെ കിച്ചൺ ടവൽ, അത് വളരെ എന്താണ് പറയുക, എണ്ണമെഴുക്കും അതുപോലെ കറകളും ഒക്കെ ഉണ്ടാവില്ലേ, അത് നിങ്ങൾ ഇതൊന്ന് ഈ ഒരു വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് മുക്കി വെക്കുക കേട്ടോ. കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ പുളിയും നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു 10 മിനിറ്റ്, വേണമെങ്കിൽ ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇതുമായിട്ട് കഞ്ഞിവെള്ളവും പുളിയുമായിട്ടും മുക്കി വെച്ചതിന് ശേഷം വെറുതെ കൈ കൊണ്ടൊന്ന് തേച്ച് കഴുകി നോക്കട്ടാ. അതിലുള്ള എണ്ണമെഴുക്കും ബാഡ് സ്മെല്ലും എല്ലാം പോയി. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ തുണികളുടെ ഈട് കൂട്ടുവാനായിട്ട് സഹായിക്കും.
പുളി എന്ന് പറയുമ്പം അതിൻ്റെ ഉള്ള ഒരു എഫക്റ്റ് കൊണ്ട് അഴുക്ക് പോകാനും സഹായിക്കും. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കുക. എന്നിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും പറയാം. നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഇപ്പോൾ സാമ്പാറിന് എടുത്ത് വയ്ക്കുന്ന പുളിയാണെങ്കിൽ കൂടി സാമ്പാറിന് നമ്മൾ പിഴിഞ്ഞതിന് ശേഷം രസമൊക്കെ ഉണ്ടാക്കുമ്പം ആ പുളി വെറുതെ കളയലല്ലേ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുക. ഈ പറഞ്ഞ ടിപ്സുകളെല്ലാം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകളാണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ചൂടുകുരുവിൻ്റെയും അരിമ്പാറയുടെയൊക്കെ വീഡിയോ കണ്ട് അതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ എഫക്റ്റീവാണ്. നമ്മൾ ഡോക്ടറെ കാണിച്ചും പൗഡർ ഇട്ടൊക്കെ മാറ്റുന്ന കാര്യങ്ങൾ വീട്ടിലുള്ള സിമ്പിൾ സാധനങ്ങൾ കൊണ്ട് എങ്ങനെ മാറ്റാമെന്ന് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടില്ലേ. ഇതുപോലെ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.